ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്കാണ് മോക്കൊന്നും വാങ്ങിയിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ തന്നെ തിരിച്ചു പോയി ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ വലിയ കൊഞ്ചൻ അങ്ങാടിയിൽ നിന്ന് വിൽക്കുന്നുണ്ട്. അപ്പം തന്നെ അത് വാങ്ങിക്കളയാമെന്ന് വിചാരിച്ചു. കാരണം വലിയ കൊഞ്ചനാകുമ്പോൾ അമ്മക്ക് മുറിക്കാനും ഇടങ്ങാറില്ല, വേഗത്തിൽ പൊരിക്കാനും പറ്റും. അങ്ങനെ അമ്മേൻ്റെ കൈ കൊണ്ട് പൊരിക്കലും പെരക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി കട്ടി കുറവായതുകൊണ്ട് തന്നെ അടി കരിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മസാല വാട്ടിയെടുത്തു. ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും അതുപോലെ തന്നെ അമ്മേൻ്റെതായിട്ടുള്ള കുറേ മസാലയെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു നല്ല മസാല ഉണ്ടാക്കി. എന്നിട്ട് ഈ പൊരിച്ച് വെച്ച സാധനം അതിലേക്ക് തട്ടുക, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ അത് എങ്ങനെയൊക്കെയോ റെഡിയായി എന്ന് പറയാം. കാരണം ഒരു തട്ടിക്കൂട്ട് മസാലയായിരുന്നു. എന്തായാലും സാധനം അടിപൊളിയായിരുന്നു. അങ്ങനെ ചോറും നല്ല ചക്കക്കുരുവും വെള്ളരീൻ്റെ കറിയും പിന്നെ ചോന ചമ്മന്തിയും അതും കൂട്ടി നല്ലൊരു പിടി പിടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.